പൊതുവേദിയിൽ നടൻ ആസിഫ് അലി അപമാനിക്കപ്പെട്ടപ്പോൾ നിറഞ്ഞ പുഞ്ചിരി കൊണ്ട് മറുപടി നൽകിയത് മലയാളികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. നവമാധ്യമങ്ങളിൽ പുഞ്ചിരിക്കുന്ന ആസിഫ് അലിയുടെ മുഖമാണ് നിറയുന്നത്. ആസിഫ് അലിയോടൊപ്പം എന്ന പിന്തുണ അറിയിച്ചുകൊണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേരാണ് രംഗത്ത് വന്നത്. ആസിഫ് അലിയെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: പക്വതയോടെയുള്ള പെരുമാറ്റം, നിറഞ്ഞ പുഞ്ചിരി, പരിപാടി താൻ കാരണം മോശമാകരുതെന്ന ചിന്ത, ചീപ്പ് ഷോ കാണിക്കേണ്ടുന്ന സ്ഥലമല്ലെന്ന ബോധ്യം, ചെറുതാകുന്നത് താനല്ലെന്ന തിരിച്ചറിവ്, ലോ പ്രൊഫൈൽ സ്വീകരിക്കാൻ കാണിച്ച മനസ്സ്, ജനഹൃദയങ്ങളിൽ ഉയർന്ന സ്ഥാനമാണ് നിങ്ങൾ നേടിയത്. എന്നാൽ എന്തിനേയും സിനിമയുമായി കണക്ട് ചെയ്ത ഹാസ്യരൂപത്തിൽ അവതരിപ്പിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: എന്നെ തല്ലാൻ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പറ്റില്ല, എന്നെ തല്ലാൻ അമരീഷ് പുരി വരട്ടെ എന്ന സരോജ് കുമാർ ഡയലോഗുണ്ട് ഉദയനാണ് താരം എന്ന സിനിമയിൽ. ആ ഡയലോഗ് റോഷൻ ആൻഡ്രൂസ് തന്റെ സഹപ്രവർത്തകരിൽ നിന്ന് കണ്ടെത്തിയതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത്തരമൊരു അനുഭവത്തിന് ആസിഫ് അലി ഇരയാകേണ്ടി വന്നു. സിനിമാ പശ്ചാത്തലം ഇല്ലാതെ പരിമിതികൾ ഏറെയുണ്ടായിട്ടും കഠിനാധ്വാനത്തിലൂടെ കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി സിനിമയിൽ നിലനിൽക്കുന്ന ഒരു നടനെ സീനിയോറിറ്റി കോംപ്ലക്സിലൂടെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലാതെയാകില്ല ആ ചെറുപ്പക്കാരൻ. ഒരു മനുഷ്യൻ പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടും ഒരു വാക്കുകൊണ്ട് പോലും എതിർക്കാതെ ആ അല്പത്തരത്തെ ആസ്വദിച്ച ആ കൂട്ടത്തിലുണ്ടായിരുന്നവർ സരോജിനെ പ്രോത്സാഹിപ്പിച്ച പച്ചാളം ബാസിക്ക് ഒരു വെല്ലുവിളിയാണ്. ഇങ്ങനെ പ്രതികരിക്കാതെ വേദി പങ്കിട്ടവരെ കളിയാക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.